ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രകാരം ഒരു അവസരം ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകി തരുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആദ്യമായി തന്നെ ഹല്ലേലൂയ, ക്രിസ്തീയ വന്ദനം ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ വചന ഭാഗത്തേക്ക് കടന്നു പോകാം. അതിന് ആധാരമായിട്ട് ജനസിസ് ചാപ്റ്റർ 13 ഹല്ലേലൂയ, അതിൻ്റെ 10, 11 ഹല്ലേലൂയ വാക്യങ്ങൾ, 12 വാക്യങ്ങൾ വായിക്കാം. ഇങ്ങനെയാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രൈം ദേശം പോലെയുമായിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദോം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, വചനത്തിനായിട്ട് സ്തോത്രം. നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാക്കി ഇന്ന് ഈ സെഷനിൽ മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനും ചൈതന്യമുള്ള വചനം അല്ലെങ്കിൽ അപ്രകാരം തന്നെ ഇന്ന് പരിശുദ്ധാത്മാവിൽ അത് വ്യാപരിക്കട്ടെ. അതിനുവേണ്ടി അടിയനെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് ഹല്ലേലൂയ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് അബ്രഹാമിൻ്റെ ആ ജേണി, ഹല്ലേലൂയ, അതിനെക്കുറിച്ച് ചിന്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മളൊരു അബ്രഹാമിൻ്റെ ജേണി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എഴുതി തള്ളാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ള ഒരു ജേർണി ആയിട്ട് അതിനെ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ഇത് അബ്രഹാമിന് സംഭവിച്ചതുകൊണ്ട് നമുക്കെന്തോ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുമ്പോഴാണ് ആത്മീയമായിട്ട് ചൈതന്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ജേർണിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ചാപ്റ്റർ 11 ജനസസിൽ 12, 13 നോക്കുമ്പോൾ പ്രധാനമായിട്ട് ഒരു 6 അല്ലെങ്കിൽ സെഷൻസ് അതിനകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് ഹല്ലേലൂയ അബ്രഹാമിന് ഹല്ലേലൂയ വിളി ഉണ്ടാകുന്നു. ചാപ്റ്റർ 11, 31, 32 നമ്മൾ കാണുന്നുണ്ട്. ജനസസിൽ തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദേരുടെ പട്ടണമായി ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരഹിൻ്റെ ആയുഷ്കാലം 205 സംവത്സരം ആയിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. അന്നേരം ആദ്യമായിട്ട് ഹല്ലേലൂയ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹല്ലേലൂയ ഈ അബ്രഹാമിൻ്റെ വിളിയും ദൈവം പ്രത്യക്ഷനാകുന്ന കാര്യമൊക്കെ നമ്മൾ കാണണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് സ്തെഫാനോസിൻ്റെ പ്രസംഗം നോക്കണം. അതിനകത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. അന്നേരം സ്തെഫാനോസ് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7 നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്യോമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി. എന്നിട്ട് ദൈവം ആ മെസൊപ്പൊത്തോമിയയിൽ വെച്ച് പ്രത്യക്ഷനായി. അതിനുശേഷം തേരഹ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായ മരുമകളായ സാറായിയെയും കൂട്ടി കൽദേരുടെ പട്ടണമായി ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്നിട്ട് അവിടെ പാർത്തു. അന്നേരം ഓർക്കുക, ദൈവം പ്രത്യക്ഷനായി. അബ്രഹാം വിടേണ്ടതെല്ലാം വിട്ടിട്ടില്ല. അന്നേരം അബ്രഹാം ലെഫ്റ്റ് ഹിസ് ഫാദേഴ്സ് ഹൗസ് ആൻഡ് നോട്ട് ഹിസ് ഫാദർ. അന്നേരം നമ്മൾ ഓർക്കുക, പിതൃ കുടുംബം വിട്ടു, പക്ഷെ പിതാവ് തന്നോട് കൂടെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ആദ്യത്തെ ആ സെഷൻ എന്ന് പറയുന്നത് അബ്രഹാം ലെഫ്റ്റ് ഹിസ് ഫാദേഴ്സ് ഹൗസ് ആൻഡ് നോട്ട് ഹിസ് ഫാദർ. അതാണ് നമ്മൾ ജനസിസ് 11, 31, 32 കാണുന്നത്. വീണ്ടും നമുക്ക് മനസ്സിലാകുന്നത് ഈ അബ്രഹാമിൻ്റെ പിതാവ് മരിക്കുന്നു, പിന്നെ അബ്രഹാം വീണ്ടും യാത്ര ചെയ്യുന്നു. ജനസിസ് 12:4 അത് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 12, 4, 5, 6, 7 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം ആയിട്ടില്ല, അബ്രാം പുറപ്പെട്ട് ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അബ്രാം തൻ്റെ ഭാര്യയായ സാറായിയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി. അബ്രാം ശേഖേം എന്ന സ്ഥലം വരെയും
ദേശത്തൂടെ സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്ത് തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവനവിടെ ഒരു യാഗപീഠം പണിതു. അന്നേരം പിതാവ് മരിച്ചു, ലോത്ത് ഇപ്പോഴും കൂടെയുണ്ട്. പ്രോമിസ് വാസ് ഗിവൺ ടു അബ്രാം അബൌട്ട് ദി ലാൻഡ്. അവിടെ ഒരു ദൈവത്തിന് യാഗപീഠം അതിൽ പണിതു എന്ന് നമ്മളിവിടെ കാണുകയാണ്. അന്നേരം ഒന്ന്, തേജോമനായ ദൈവം പ്രത്യക്ഷനായി ഹാരാനിൽ നിന്ന് പുറപ്പെട്ടു. ഊരിൽ നിന്ന് പുറപ്പെട്ടു. ഹാരാനിൽ അന്നേരം പിതാവ് കൂടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹാരാനിൽ വന്ന് ഹാരാനിൽ പിതാവ് മരിക്കുന്നു. പിതാവിൽ അവിടെ നിന്ന് യാത്ര ചെയ്യുന്നു. ലോത്ത് കൂടുണ്ട്. അന്നേരം രണ്ടാമത്തെ ആ സെഷനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം, എന്തൊക്കെയാ കർത്താവ് പറയുന്നത് അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. ചിലതൊക്കെ വിട്ടു, ചിലതൊക്കെ ഇപ്പോഴും കൂടെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. അതിനു വേണ്ടിയാ. അല്ലാതെ അല്ലെങ്കിൽ അബ്രാമിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ച് പോകുന്നതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊന്ന് പഠിത്തം നടത്തുമ്പോഴേ ഇതിന് പ്രയോജനമാകും. വീണ്ടും അടുത്ത സെഷൻ, തേർഡ് സെഷൻ എന്ന് പറയുന്നത് ജനസിസ് 12:8 അവൻ അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ട് ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അന്നേരം എവിടെ ചെന്നാലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു പ്രയോറിറ്റി ആയിരുന്നു. ഇത് രണ്ടാമത്തെ യാഗപീഠമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മൂന്നാമത്തെ സെഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും നമുക്ക് ഹല്ലേലൂയ ഈ ഭാഗം വായിച്ചുകൊണ്ട് ഇപ്പോൾ ദൈവാത്മാവ് എന്നെ ഹൃദയത്തിൽ തോന്നിപ്പിച്ച ഒരു വിഷയം ഞാൻ പറയാം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസൊബീഡിയൻസ് ആണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അല്ലെങ്കിൽ ആയിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചു, അതിനുശേഷം യാത്ര തുടങ്ങുന്നു. എന്നാലും ചില സമയങ്ങളിലൊക്കെ ഇൻ്ററിമായിട്ട് ഡിസൊബീഡിയൻസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ ജനസിസ് ചാപ്റ്റർ 12:10-20 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അബ്രാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. നമ്മളൊരു മാപ്പ് എടുത്തിട്ട് തെക്കോട്ടെന്ന് പറയുന്നത് എപ്പോഴാ? താഴോട്ട് അല്ലേ. നോർത്ത് എന്ന് പറയുന്നത് മുകളിലോട്ടാണ്. അതിൻ്റെ തെക്കോട്ട് താഴോട്ട് യാത്ര ചെയ്ത് ആത്മീയമായിട്ട് നമ്മൾ താഴോട്ടാണോ യാത്ര എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, വാഗ്ദത്തം തന്നു, ചിലതൊക്കെ വിട്ടു, എന്നാലും നമ്മുടെ യാത്ര എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അബ്രാം പിന്നെ തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നുകൊണ്ട് അബ്രാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. അതിന് ദൈവം പറയാത്തൊരു കാര്യമാണ് ഇവിടെ. ദൈവം പറഞ്ഞത്, നിനക്ക് കനാൻ ദേശത്ത് നീ കനാൻ ദേശത്ത് അവിടെ ക്ഷാമം ഉണ്ടായാലും സർവശക്തനായ ദൈവത്തിന് ഈ അറിയാൻ വയ്യാത്ത ക്ഷാമമുണ്ടോ? അന്നേരം ഇത് ഓർക്കാതെ മിസ്രൈമിലേക്ക് മാനിപ്പുലേഷൻ നടക്കുകയാണ്. നമ്മുടെ മാൻ മെയ്ഡ് ഒരു സമൃദ്ധിക്ക് വേണ്ടി മിസ്രൈമിലേക്ക് കടന്നു പോവുകയാണ്. മിസ്രൈമിൽ എത്തുമാറായപ്പോൾ നമുക്ക് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഭാര്യ സാറായിയോട് പറഞ്ഞു, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. മിസ്രൈമിൽ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോട് രക്ഷിക്കുകയും ചെയ്യും. ആ വിവരങ്ങളൊക്കെ നമുക്കറിയാം. അന്നേരം അവിടെ ആത്മീയമായിട്ട് ഒരു തകർച്ച ഹല്ലേലൂയ വന്നതായിട്ട് നമ്മളിവിടെ കാണുകയാണ്. അങ്ങനെ ഹല്ലേലൂയ ഏറ്റവും ഒടുവിൽ എന്തോ ചെയ്ത് അബ്രഹാമിന്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവന്റെ കുടുംബത്തെ അത്യന്തം ദണ്ഡിപ്പിച്ചു. അപ്പോൾ ഫറവോൻ അബ്രാമിനെ വിളിച്ച്, നീ എന്നോട് ഈ ചെയ്തത് എന്ത്? ഇവൾ നിന്റെ ഭാര്യ എന്ന് എന്നെ അറിയിക്കാൻ എന്ത് എന്ന് പറഞ്ഞിട്ട് അവനെ അവിടുന്ന് പറഞ്ഞയക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അന്നേരം അത് നമ്പർ 4 ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അന്നേരം ഓർക്കുക, ആദ്യമായിട്ട് നമ്മൾ കണ്ടു ആ ഊരിൽ നിന്ന് പുറപ്പെടുന്നു. അന്നേരം പിതാവ് കൂടുണ്ട്. രണ്ടാമത് ഹാരാനിൽ വന്ന് പാർത്ത് ഹാരാനിൽ നിന്ന് പിതാവ് മരിക്കുന്നു. ഹാരാനിൽ നിന്ന് ലോത്തിൻ്റെ കൂടെ പുറപ്പെടുന്നു. അതിനുശേഷം സെക്കൻഡ് ഓൾട്ടർ അല്ലെങ്കിൽ അബ്രാം പണിയുന്നു. അതാണ് മൂന്നാമത്തത്. നാലാമത്തെ സ്റ്റേജ് ഓഫ് ഡിസൊബീഡിയൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുകയാണ് ഈ 13 നമ്മൾ വായിക്കുന്നു. അതിൻ്റെ അല്ലെങ്കിൽ 1 തൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിന് ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കി യാഗപീഠിതമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അന്നേരം നമ്മൾ ഓർക്കുക, ഇത് 5ാമത് ബാക്ക് ടു ദ പ്രോമിസ്ഡ് ലാൻഡ്. ഇവിടെ ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. എന്താണത് എന്ന് നമ്മൾ 10ാമത്തെ, അതാണ് നമ്മുടെ കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. അപ്പോൾ ലോത്ത് നോക്കി, ഇവരെ ആ ദേശത്തിന് സഹിച്ചുകൂടാതവണ്ണം ഇവർ വലിയ സമ്പന്നരായിരുന്നു. അന്നേരം ഇവർ തമ്മിൽ, ഇവരുടെ ആടുമാടുകൾ തമ്മിൽ
അങ്ങോട്ട് അവരുടെ ആട്ടിടയന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടിയുണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഓർത്തോണം, ഏതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് ആ, അടി, ഹല്ലേലൂയ, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ഒക്കെ നടക്കുന്നെങ്കിൽ ആട്ടിടയന്മാരാ, അതിൻ്റെ ഇടയന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ, ഇന്നത്തെ ആത്മീയ ലോകത്തിൽ ഇടയന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിന്തിച്ചോണം, അത് ഹല്ലേലൂയ ദൈവം പറഞ്ഞിട്ടല്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചോണം. എന്നാൽ ഇവരെ അതെൻ്റെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് കടന്നു പോവുകയാണ്. അന്നേരം ലോത്ത് എന്നോട് പറഞ്ഞു, നീ അങ്ങോട്ട് പോവാന്ന്, ഞാൻ ഇങ്ങോട്ട് എടുത്തോളാം. ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോതോമിനെയും ഗോമോറയും നശിപ്പിക്കുന്നതിന് മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെ, സോവാർ വരെ മിസ്രയീം ദേശം പോലെയായിരുന്നു. ലോത്ത് നോക്കിയ മാനുഷികമായിട്ട് നോക്കിയപ്പോൾ, അതായത് നമുക്ക് ഒരു പക്ഷേ ആരംഭത്തെങ്കിലും അവസാനം അറിയുന്ന ദൈവത്തോട് ചോദിക്കാതെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാൻ നമ്മൾ നോക്കും, മാനുഷികമായിട്ട് നോക്കുമ്പോൾ ഓ വലിയ കാര്യമാണല്ലോ, നമ്മൾ തന്നെ അങ്ങ് ഈ ചില രീതിയിലൊക്കെ ഡിസിഷൻ മേക്ക് ചെയ്താൽ അതിൻ്റെ അന്ത്യം ഹല്ലേലൂയ നല്ല ശുഭതയുള്ളതായിരിക്കത്തില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോതോമിനെയും ഗോമരയും നശിപ്പിക്കുന്നതിന് മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെ, മാനുഷികമായ കാഴ്ചപ്പാടിൽ നോക്കിയപ്പോൾ, അല്ല ഏതായാലും എൻ്റെ അങ്കിൾ എന്നോട് പറഞ്ഞില്ലയോ, അതായത് നല്ലത് നോക്കി അങ്ങ് എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു. ലോർത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി, അവർ തമ്മിൽ പിരിഞ്ഞു. അന്നേരം ഓർക്കുക, ഇവിടെ പിന്നെ ഒരു പിരിവ് നടക്കുക, പിരിയുകയാണ്. അന്നേരം ആദ്യമായിട്ട് ഹല്ലേലൂയ ദേശത്തെ വിട്ടു, പിതൃഭവനത്തെ വിട്ടെങ്കിലും പിതാവ് കൂടെ ഉണ്ടായിരുന്നു. പിതാവ് മരിക്കുന്നു, ഹല്ലേലൂയ അവിടുന്ന് യാത്ര തുടങ്ങി. പിന്നെ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ യഹോവയ്ക്ക് ആ യാഗപീഠം പടുന്ന ആരാധിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടു സ്റ്റേജ് ഓഫ് ഡിസൊബീഡിയൻസ്, ദൈവം പറയാത്ത മിസ്രൈമിലേക്ക് കടന്നു പോകുന്നു. അവിടെ നിന്ന് വീണ്ടും വരുന്നു. ഇവിടെ വന്നിട്ട് ഈ പ്രോമിസ് ലാൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ സെപ്പറേഷൻ, ആ ലോത്തുമായിട്ടുള്ള സെപ്പറേഷൻ നടക്കുകയാണ്. അന്നേരം അതിന് ശേഷമാണ് പിന്നെ ദൈവം ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത ആ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബെഥേൽ ടു ഹെബ്രോൺ. ഹല്ലേലൂയ അവിടെ ദൈവം ചില റൂട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഹെബ്രോൺ എന്ന് പറയുന്നത് അബ്രാമിൻ്റെ ഹോമായിട്ട് മാറി. അല്ലെങ്കിൽ അതിനുശേഷം ഹി മേഡ് ഷോർട്ട് ജേർണീസ് ബട്ട് ഓൾവേസ് റിട്ടേൺഡ് എന്ന് കാണുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ, നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ഒന്ന് യോഹന്നാൻ 1:8-9 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മിൽ പാപമില്ല എന്ന് നമ്മൾ പറയുവാണെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മളെല്ലാം ഹല്ലേലൂയ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ക്രിസ്തുവേശുവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്ന് കാണുകയാണ്. അന്നേരം ഈ 6 സ്റ്റേജസ് ആണ്. ഈ 6ാമത്തെ സ്റ്റേജിലാണ് വാഗ്ദത്തം, അങ്ങോട്ട് പല വാഗ്ദത്തങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതം ഒന്ന് താരതമ്യപ്പെടുത്തണം. കർത്താവ് രക്ഷിക്കപ്പെട്ടു. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാൻ യാക്കോബ സഭയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കർത്താവിനെ അറിയുവാൻ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിപ്പാൻ. എന്നാൽ ഇപ്പോഴും പെർഫെക്റ്റ് ആണോ? അല്ല. ഹല്ലേലൂയ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ അതിൻ്റെ ഇടയിൽ പല പാളിച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ടായി. അതിന് 10 പ്രധാനമായ വിഷയങ്ങളാണ് ഇങ്ങനെ ഈ 6ാമത്തെ സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതം നടക്കുന്നത്. ഒന്ന്, ഇശ്മയേൽ വാസ് ബോൺ. അന്നേരം നമ്മൾ വിചാരിക്കും നമ്മൾ ആത്മീയമായിട്ട് എല്ലാം ആയിക്കഴിഞ്ഞാൽ എല്ലാം ദൈവം പറയുന്ന പോലാണോ? അല്ല. ഇശ്മയേൽ ദൈവം പറഞ്ഞാണോ? അല്ല. നോട്ട് ദ പ്രോമിസ്ഡ് സൺ. അന്നേരം അതും മാനുഷികമായിട്ട് ചില ഒരു ഇതായിരുന്നു. ഒരു ഷോർട്ട് കട്ടിൽ കൂടെ ഹല്ലേലൂയ ഇശ്മയേൽ ജനിച്ചു. വീണ്ടും അന്നേരവും ദൈവം തൻ്റെ വാഗ്ദത്തം ഹല്ലേലൂയ മറന്നു പോകുന്നില്ല. ഐസക്ക്, ദ പ്രോമിസ്ഡ് സൺ വാസ് ബോൺ. ഹല്ലേലൂയ അതിൽ കൂടെയാണ് ക്രിസ്തു എൻ്റെ ലൈൻ ക്ലിയർ ആക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്മയേൽ ജനിച്ചു, അത് മാനുഷികമായിട്ടുള്ള പദ്ധതിയിലാണ് ജനിച്ചത്. എന്നാൽ പ്രോമിസ്ഡ് പദ്ധതി എന്ന് പറയുന്നത് ഐസക് ആയിരുന്നു. ഐസക്കിൽ കൂടെ ദ ലൈൻ ഓഫ് ക്രൈസ്റ്റ് ഹല്ലേലൂയ റൺ ചെയ്തതായിട്ട് നമ്മൾ കാണുകയാണ്. അതിനുശേഷം നമുക്കറിയാം, ആ ഐസക്കിനെ തന്നെ ഒരു
ഓഫറിംഗ് ആയിട്ട്, അവിടെ സാക്രിഫൈസ് ആയിട്ട് അവിടെ ഹല്ലേലൂയ അബ്രാം ഹല്ലേലൂയ ആ ടെസ്റ്റ് പാസ്സാകുന്നതായിട്ട് നമ്മൾ കാണും. ദിസ് വാസ് അബ്രാംസ് ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹീ ഡിഡ്ന്റ് ഫെയിൽ. ഹല്ലേലൂയ എന്ന് കാണുകയാണ്. പോസിറ്റീവായിട്ട്, അൺവേവറിംഗ് ആയിട്ട്, ആക്റ്റീവായിട്ട്, ഒബീഡിയൻ്റ് ആയിട്ട് ഹല്ലേലൂയ ഇങ്ങനെയുള്ള ഫെയ്ത്ത് എപ്പോഴും ദൈവം ഹല്ലേലൂയ ഓണർ ചെയ്യുന്ന ഫെയ്ത്താണ്. ഹല്ലേലൂയ. ആൻഡ് ഹല്ലേലൂയ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മളെ ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വഴിയുമില്ലെന്ന് വിചാരിക്കുമ്പോൾ ഹല്ലേലൂയ ഒബേ ഗോഡ്, ഹീ വിൽ മേക്ക് എ വേ. നമ്മൾ വഴിയില്ലാത്തടത്ത് ദൈവത്തിൻ്റെ വഴി തുടങ്ങുക. ഹല്ലേലൂയ. അത് ഓർത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, അല്ല ഇന്ന് ഈ രാത്രികാലം നിങ്ങൾ വിചാരിക്കുക കർത്താവ് വഴികളെല്ലാം അസ്തമിച്ചെന്ന് വിചാരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വഴി തുടങ്ങുന്ന സമയമാണ്. പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുക, പൂർണ്ണമായിട്ട് ദൈവത്തിൽ സമർപ്പിക്കുക. വീണ്ടും നമുക്ക് മൂന്നാമതായിട്ട് കാണുന്നുണ്ട്, നാലാമതായിട്ട് കാണുന്നുണ്ട്. ഒന്ന് സംഭവിച്ചത് ഇശ്മയേൽ, രണ്ട് ഐസക്ക്, പിന്നെ ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്, പിന്നെ സാറ മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആൻഡ് ഷി വാസ് ബറീഡ് ഇൻ ഹെബ്രോൺ. അത് കഴിഞ്ഞിട്ട് ഐസക്ക്, റെബേക്ക, ആ മാരി റെബേക്ക എന്ന് കാണുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ പല ഹല്ലേലൂയ കാര്യങ്ങൾ പിന്നെ കെതുറായിൽ കൂടെ ഹല്ലേലൂയ 6 പേര് ഉണ്ടായതായിട്ട് കാണുന്നു. അത് ഹല്ലേലൂയ ഈ ഹിസ്റ്ററി പറയുന്നത് ഇപ്പോഴത്തെ അറബി രാജ്യങ്ങളിൽ അവരാണ് അറബികളായിട്ട് അവർക്ക് ഹല്ലേലൂയ ദാനങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ ആ രാജ്യങ്ങളെല്ലാം കൊടുത്തതായിട്ടൊക്കെ നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട്. എനിവേ ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈശോ ആൻഡ് ജേക്കബ്, ഏശാവും യാക്കോബും ഐസക്ക് ജനിക്കുന്നു. നമ്മൾ ഓർക്കണം, ആദാം തൊട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യപരിപാടി നടക്കണമെങ്കിൽ ചിലരെയൊക്കെ ദൈവം പിക്ക് ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ഇങ്ങനെ പിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് ഐസക്ക് വന്നു. ഐസക്ക് കഴിഞ്ഞിട്ട് ജേക്കബ്, ഈസോ വന്നു. എന്നിട്ടും ക്രിസ്തുവിൻ്റെ ലൈൻ റൺ ചെയ്യണമെങ്കിൽ ജേക്കബിൽ കൂടാ. എന്നിട്ട് ജേക്കബിനെ തിരഞ്ഞെടുക്കുന്നു. 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ ഉണ്ടാകുന്നു. പിന്നെ ഹല്ലേലൂയ നമുക്കറിയാൻ സാധിക്കും, അവർ ആ പ്രോമിസ്ഡ് ലാൻഡ് വിട്ട് ഡിപ്പാർട്ടഡ് ഫോർ ഈജിപ്റ്റ്. അത് ദൈവിക വാഗ്ദത്തമായിരുന്നു. ഹല്ലേലൂയ. ദൈവ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ നേരത്തെ ദൈവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയി 400 സംവത്സരത്തിൽ ഉപരിയായിട്ട് അവിടെ താമസിക്കും എന്നുള്ളത് അത് പറഞ്ഞിട്ടുണ്ട്. ദേ ആൻഡ് ദെയർ ഓപ്ഷൻ റിമൈൻ ഫോർ 430 years. അത് 1240 നമ്മൾ കാണുന്നുണ്ട്. അത് മോസ്റ്റ് ഓഫ് ഇറ്റ് വാസ് സ്ലേവറി, അടിമത്തമായിരുന്നു. അതിനകത്തിൽ ആദ്യമേ യോസഫിൻ്റെ കാലം കഴിഞ്ഞതോടെ അവരുടെ സ്ലേവറി തുടങ്ങുമായിരുന്നു. പക്ഷേ ആ സ്ലേവറിയിലും ദൈവം അവരെ ബ്ലെസ് ചെയ്തു. ദേ ബിക്കം എ ഗ്രേറ്റ് നേഷൻ. ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. നമ്മളെ വിളിച്ചു, വേർതിരിച്ചു. ഇവിടെ അബ്രഹാമിനെ വിളിച്ചു, വേർതിരിച്ചു കഴിഞ്ഞപ്പം അബ്രഹാം ആ സ്ഥലം വിട്ടു. സ്ഥലം വിട്ടപ്പോഴും ഫാദറുണ്ട്. ഫാദർ മരിച്ചു കഴിഞ്ഞിട്ട് ലോത്ത് കൂടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം അവിടെ വന്നിട്ട് ആദ്യമായിട്ട് യാഗപീഠം പണിതു. പിന്നെ രണ്ടാമത്തെ യാഗപീഠം പണിതു. പിന്നെ ഹല്ലേലൂയ അതിന് മുമ്പായിട്ട് ഒരു സ്റ്റേജ് ഓഫ് ഡിസൊബീഡിയൻസ് നടന്നു. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കണം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രോമിസ് ലാൻഡിലേക്ക് വന്നു. പ്രോമിസ് ലാൻഡിൽ വന്നിട്ട് ഹെബ്രോനിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ ദൈവം ചില റൂട്ടുകൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് വാഗ്ദത്തം ക്രിസ്തുവിൻ്റെ ലൈന്, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ക്രൈസ്റ്റ് നീഡ് ടു ബി ബോൺ, റൈറ്റ്? അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുങ്ങി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെയും കർത്താവ് ഹല്ലേലൂയ തിരഞ്ഞെടുത്ത്, ഹല്ലേലൂയ ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്ത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ യാത്രയിൽ അല്ലെങ്കിൽ പരാജയങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടെങ്കിലും കർത്താവിനോട് നമ്മൾ ഏറ്റുപറയുകയാണെങ്കിൽ ആ പാപങ്ങളെ ക്ഷമിച്ച് ദൈവം അടുത്ത പടിയിലേക്ക് നമ്മളെ അല്ലെങ്കിൽ നടത്തുവാൻ, അടുത്ത ഫേസിലേക്ക് നമ്മളെ എത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹല്ലേലൂയ. അവസരം ഒരുക്കി തന്ന പാസ്റ്റർ അനീഷ്, ഹല്ലേലൂയ ജോസഫ് പാസ്റ്റർ, ഇതിൻ്റെ എല്ലാവരോടും പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.